വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 30-ാം പുസ്തകമാണ്. 52 അധ്യായങ്ങളിലായി വിവരിക്കുന്ന ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം. അദ്ദേഹം ക്രിസ്തുവിന് മുമ്പ് 626 മുതൽ ജെറുസലേം ബാബിലോണിൽ കീഴടക്കിയ 586 വരെയാണ് പ്രവാചക ദൗത്യം നിറവേറ്റിയത്. ഈ പുസ്തകം ദൈവത്തിന്റെ വിധിയും കരുണയും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന പ്രവാചക ഗ്രന്ഥമാണ്. ജനങ്ങളുടെ വിഗ്രഹാരാധനയും അനീതിയും കാരണം ദൈവത്തിന്റെ വിധി വരും. ബാബിലോൺ അധിനിവേശം ദൈവത്തിന്റെ ശിക്ഷയായി വരും. എന്നാൽ ദൈവം തന്റെ ജനത്തെ വീണ്ടെടുക്കും, പുതിയ നിയമം സ്ഥാപിക്കും. ജെറമ്യാ ജനങ്ങളുടെ പാപങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ജനത്തിന്റെ ദുഃഖം, നഗരത്തിന്റെ നാശം, പ്രവാചകന്റെ ഹൃദയവേദന, വിലാപവും കരച്ചിലും എന്നിവ ഇതിൽ കാണാം. ദൈവം നീതിയും വിശ്വസ്തയും ആവശ്യപ്പെടുന്നു. ജെറുസലേമിന്റെ വീഴ്ചയും ബാബിലോൺ പ്രവാസവും പ്രവാചകന്റെ കാലത്ത് നടന്നു. ജെറമ്യാ 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും ശക്തിയേറിയ ഒരു തിരുവചന ഭാഗമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും അവർ എൻ്റെ ഉടമ്പടി ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പമെന്നേ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വെക്കുകയില്ല. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.